ഹലോ ഗൈസ്, ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച കൂടുതലായി. എന്നെ നിങ്ങൾ മറന്നു പോയോ? വേറൊന്നുമല്ല, ലോകത്ത് കിട്ടാവുന്ന സർവ്വപനികളും ഞാൻ സ്വയമേ ഏറ്റെടുത്ത് നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. ഇന്നൊരു ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ ഇങ്ങനെ കമ്മൽ വിൽക്കുന്ന കണ്ടു. ഈ കാണുന്ന കമ്മലിനൊക്കെ വെറും 40 രൂപ 20 രൂപ മാത്രമേ. ഇത് ഞാൻ കമ്മൽ വാങ്ങിച്ചു, അത് ലാസ്റ്റ് കാണിക്കാം. പനിയുള്ള സമയത്ത് മാത്രമാണ് എനിക്ക് ക്രേവിങ്സ് വരാറ്. അങ്ങനെ വന്നൊരു ക്രേവിങ്സ് ആണ് ബജ്ജി തിന്നണമെന്ന്. അപ്പോൾ ഒരു കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ചു. വഴിക്കൂടെ തിന്നോണ്ട് നടക്കുന്ന ഇച്ചേച്ചെന്ന് എനിക്കറിയാം. എന്നാലും വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോഴത്തേക്കും കുറച്ച് കാട്ടുപൊതിയും കളഞ്ഞതിന് ശേഷം ഞാനത് തിന്നു. ഞാൻ ഈ തിന്നു കുടിപ്പിക്കുന്ന പൈസയുടെ ഓണർ വീട്ടിലിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരു പൊതിയും കൂടെ കടയിൽ കയറിയപ്പോൾ മൈലാഞ്ചേരി സെൻസിൽ കണ്ടപ്പോൾ എന്റെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആന്റി വന്നപ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കടയിൽ കയറി വെള്ളം കുടിക്കും. പണ്ട് കണ്ണെടുത്ത കാണില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഉള്ള ഒരു സാധനമാണ് ഈ ഉപ്പിട്ട നാരങ്ങ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്റെ മണി ബാങ്ക് വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ബജ്ജിപ്പൊതി അങ്ങോട്ട് സംഭവം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കാണിക്കുന്ന എക്സ്പ്രഷൻ കണ്ടി. നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. വിശന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് പടം വരയ്ക്കാന്ന് വിചാരിച്ചു. എനിക്ക് പേര് മാത്രം യൂസ് ചെയ്ത് വരയ്ക്കാൻ തീരെ അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് അത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉദ്ദേശിച്ച ആളെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും മനസ്സിലായാൽ കമന്റ് ചെയ്യൂ. കുറെ നേരം എന്നിട്ട് വെറുതെ ഇരുന്നു. 2:25 ആയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് വിശക്കാൻ തുടങ്ങി. പക്ഷെ ചോറ് കഴിക്കാൻ ഒരു മൂടും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ചേട്ടൻ പറഞ്ഞു ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന്. അതും നോക്കി വെളിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വയറ്റിലൊക്കെ ഗ്യാസ് കയറി. അതുകൊണ്ട് ഞാൻ 2-3 വയഗുളി എടുത്തു തന്നു. ഇതെനിക്ക് എല്ലാതെയും തിന്നാൻ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. എന്താ ഈ ബിരിയാണി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. തീരെ എരിവ് പറ്റാത്ത ആളായതുകൊണ്ട് റൈസും ഗ്രേവിയും ഞാൻ സെപ്പറേറ്റ് ആണ് വാങ്ങിക്കാൻ പറഞ്ഞത്. ഇതാണ് നമ്മൾ ആ ചേട്ടൻ്റെ വാങ്ങിച്ച 40 രൂപയുടെ കമ്മൽ. എങ്ങനെയുണ്ട്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ച് ഷോ ആകാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരയ്ക്കും.